നമസ്കാരം, ഈ യുഗത്തിലേക്ക് സ്വാഗതം. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനായുള്ള സൗജന്യ സപ്പോർട്ട് നിർത്തലാക്കിയിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ്. 2015 വിൻഡോസ് 10 പുറത്തിറക്കിയത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത്. മൈക്രോസോഫ്റ്റ് 2021 വിൻഡോസ് 11 പുറത്തിറക്കിയെങ്കിലും സെപ്റ്റംബർ വരെയുള്ള ഡേറ്റ പ്രകാരം വിൻഡോസ് ഉപയോക്താക്കളുടെ 40% വിൻഡോസ് 10 തന്നെ തുടരുകയായിരുന്നു. ഇനിയും വിൻഡോസ് 10 തുടരുന്നവർക്ക് മൈക്രോസോഫ്റ്റിൽ നിന്ന് സൗജന്യ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളോ സെക്യൂരിറ്റി സഹായങ്ങളോ ടെക്നിക്കൽ അസിസ്റ്റന്റോ ലഭിക്കില്ലെന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ വിൻഡോസ് 10 തുടർന്നും പ്രവർത്തനക്ഷമമായിരിക്കും. യഥാസമയം പിന്തുണയില്ലാത്തതുമൂലം വൈറസ് ആക്രമണങ്ങൾക്കും മാൽവെയറുകൾക്കും മറ്റ് സൈബർ ആക്രമണങ്ങളും നേരിടാൻ സാധ്യതയേറെയാണ്. വിൻഡോസ് 11 ഏറ്റവും ഉയർന്ന സുരക്ഷാ ഫീച്ചറുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിൻഡോസ് 10 ഇനിയും തുടരുന്നത് ഹാക്കർമാരുടെ കെണിയിൽ അകപ്പെടാൻ വഴിയൊരുക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ 4 വർഷത്തിലധികം പഴക്കമുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യില്ല. ഏറ്റവും കുറഞ്ഞത് 4 GB റാം, 64 GB സ്റ്റോറേജ്, TPM 2.0 സെക്യൂരിറ്റി ചിപ്പ് എന്നിവയുള്ള കമ്പ്യൂട്ടറുകളിലാണ് അപ്ഗ്രേഡ് സാധ്യമാവുക. ഇത് ചെക്ക് ചെയ്യാനായി മൈക്രോസോഫ്റ്റ് സൗജന്യ ടൂൾ കിറ്റ് നൽകിയിട്ടുണ്ട്. ഓൺലൈൻ പ്രോസസറിന്റെ പിന്തുണയുള്ള കിറ്റാണിത്. പഴയ കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിക്കുന്നവരോട് വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത പഴയ കമ്പ്യൂട്ടറുകൾക്കായി 1 വർഷത്തെ എക്സ്റ്റൻഡഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് മൈക്രോസോഫ്റ്റ് നൽകുന്നുണ്ടെങ്കിലും ഇതുവഴി 2026 ഒക്ടോബർ 13 വരെ ഈ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാനാകൂ. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വഴി ഇതിൽ സൗജന്യമായി സൈൻ ഇൻ ചെയ്യാൻ കഴിയും. അക്കൗണ്ട് ഇല്ലെങ്കിൽ $30 അല്ലെങ്കിൽ 1000 റിവാർഡ് പോയിന്റുകൾ ഇതിനായി ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറുകയേ വഴിയുള്ളൂ. ദീപാവലി ഒന്ന് കളറാക്കാൻ ഇൻസ്റ്റഗ്രാം ഇതാ പുതിയ ഫീച്ചറുമായി എത്തിയിരിക്കുകയാണ്. ദീപാവലി ആഘോഷങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോകളും വീഡിയോകളും സ്റ്റോറികളാക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇൻസ്റ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. മെറ്റ AI സഹായത്തോടെ ഇൻസ്റ്റ സ്റ്റോറികളിൽ നിറങ്ങളും പടക്കങ്ങളും ദീപാലങ്കാരങ്ങളും രംഗോലികളും ഇഫക്റ്റുകളും ചേർക്കുന്നതാണ് അപ്ഡേറ്റ്. എന്നാൽ വീഡിയോകളിൽ ദീപാവലി ഇഫക്റ്റുകൾ ചേർക്കണമെങ്കിൽ എഡിറ്റ് ആപ്പ് ഉപയോഗിക്കേണ്ടി വരുമെന്ന് മാത്രം. ഫോട്ടോകൾക്കും വീഡിയോകൾക്കും പുത്തൻ ടെക്സ്ചറുകളും നിറങ്ങളും നൽകാൻ കഴിയുന്ന റീസ്റ്റൈൽ ടൂളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ചേർക്കാൻ കഴിയുന്ന 3 വിധം തീമുകൾ ഇതിൽ ലഭ്യമാണ്. ദീപാവലിക്ക് അനുയോജ്യമായ രീതിയിലുള്ള നിറങ്ങളും ദീപങ്ങളുമൊക്കെയാണ് അത്. ഇന്ത്യയിൽ ദീപാവലി ഇഫക്റ്റുകൾ ഒക്ടോബർ 29 വരെ ലഭിക്കും. ഇന്ത്യക്ക് പുറമെ US, കാനഡ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്കും ഈ ഫീച്ചർ ലഭിക്കുമെന്ന് ഇൻസ്റ്റഗ്രാം അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ദീപാവലി ഇഫക്റ്റുകൾ ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ടേ? ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ഇടാനുള്ള ഓപ്ഷൻ തെരഞ്ഞെടുത്ത ശേഷം ക്യാമറ റോളിൽ നിന്ന് ഫോട്ടോ തെരഞ്ഞെടുക്കുക. മുകളിലെ ബാറിൽ നിന്ന് ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ അവിടെ ദീപാവലി തീമിലുള്ള 3 ഇഫക്റ്റുകൾ കാണാൻ കഴിയും. ഇവയിൽ നിന്നൊരു ഇഫക്റ്റ് തെരഞ്ഞെടുത്താൽ അത് മെറ്റ AI സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ദീപാവലി ചിത്രമാക്കി മാറ്റി തിരികെ നൽകും. ഈ ചിത്രം നേരിട്ട് നിങ്ങൾക്ക് സ്റ്റോറിയാക്കാനും സാധിക്കും. ദീപാവലി തീമിലുള്ള വീഡിയോകൾ സ്റ്റോറിയായി ചെയ്യണമെങ്കിൽ എഡിറ്റ് ആപ്പ് ഉപയോഗിക്കേണ്ടി വരും. പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റീലിലോ ക്യാമറയിലോ ഗാലറിയിലോ നിന്ന് വീഡിയോ തെരഞ്ഞെടുത്ത ശേഷം ടൈം ലൈനിൽ വെച്ച് വീഡിയോ ടാപ്പ് ചെയ്ത ശേഷം റീസ്റ്റൈൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അവിടെ നിന്ന് ഇഫക്റ്റുകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത ശേഷം വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നേരെ സ്റ്റോറിയാക്കാൻ കഴിയും. ടെക്നോളജി രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ഈ യുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.